ഹലോ ഗൈസ്, വെൽക്കം ടു തുടുപ്പ്. അതെ, നമ്മൾ ഒരുപാട് പേര് കാത്തിരുന്ന അജയന്റെ 2ാം വർഷത്തിന്റെ ട്രെയിലർ വന്നിരിക്കുകയാണ്. കുറച്ച് നാളായി ഇതിന്റെ ഷൂട്ടിങ്ങും പോസ്റ്റ് പ്രൊഡക്ഷനും ആയിട്ട് കുറെ ദിവസം നീണ്ടു നിന്ന ഒരു വർഷങ്ങളോളം 7 വർഷത്തോളം ആയി ഇതിന്റെ പ്രീ പ്രൊഡക്ഷൻ. ലോങ് ടൈം കാത്തിരിപ്പ്. ഈ ട്രെയിലർ തന്നെ ഒരു ലോങ് ടൈം കാത്തിരിപ്പ്. ഇത് 6 മണിയായിരുന്നു, പിന്നെ 7:30, പിന്നെ 8 മണിയായി, 9 മണിക്ക് റിലീസ് ചെയ്തിരിക്കുന്നു. നമുക്ക് ടോവിനോ തോമസ്, കൃതി ഷെട്ടി ഇവര് മെയിൻ റോളുകൾ അഭിനയിച്ച ARM ഇതിന്റെ ട്രെയിലറിലേക്ക് തന്നെ കിടക്കാം. ഓക്കെ. ആകാശത്തുനിന്നും പൊട്ടി വീണൊരു നക്ഷത്രക്കല്ല് കാറ്റിനെക്കാളും വേഗത്തിലും മിന്നലിനേക്കാളും പ്രകാശത്തിലും നമ്മളെ ഈ ഹരിപുരത്ത് വന്ന് വീണു. വടക്ക് ഹരിപുരം ഭാഗത്ത് കേട്ടിട്ടുണ്ട്. നമ്മളെ തറവാട്ടിലെ പറഞ്ഞ നാടായ നാട് പറ്റും കട്ടുമുറിച്ച് നടക്കാൻ പറ്റണ്ടായി. 4 ഭാഗത്തും നോക്കി നിന്നോളണം. പോവാൻ ഏലിയും വരും. കൊള്ളിട്ടായാലും മണിയനൊരു കള്ളനായിട്ടാണ്. മണിയൻ അജയൻ കുഞ്ഞിക്കേളു. എന്നാലും ഒറ്റൊരിക്കൽ ഞാൻ കണ്ടിട്ടുള്ളൂ. സ്വർണത്തിനേക്കാളും മൂല്യണ്ടായിന് നിന്നെ പോലെ. എന്റെ ആകാശവും മണ്ണുമെല്ലാം നീയാ. ഒരാളെ പിടികിട്ടൂല. എനിക്ക് തോന്നുന്നു മണിയന്റെ കൂട്ടുകാരനാണ് തോന്നുന്നു. കളവിന്റെ രാത്രിയാ. കള്ളന് വിചാരിക്കാത്ത നേട്ടാഫലം. ഒരുപാട് ഫൈറ്റ് വിഷ്വൽസ് എല്ലാം രാത്രിയാണ്. രാജാവിന്റെ ചതുരന്റെ പലകയില് ബുദ്ധിയില്ലാതെ കുറെ ചാവേറുകളുണ്ടാവും. ഞാൻ കളിക്കുന്ന ഈ കളിയില് വെറും ചാവേറാണ് നീ. രാത്രി ഒളിച്ചും പാത്തും വീട്ടിൽ കയറുന്നത് നിന്റെ ചോരന്റെ കുണം കൊണ്ടാണ്. ഒരു നാടിനെ ജയിച്ച കള്ളനാ നിന്റെ അച്ചാച്ചൻ. സാധാരണ എല്ലാവരും അന്വേഷിക്കുന്ന സ്ഥലങ്ങളിൽ മാത്രമേ അജയനും പോയിട്ടുള്ളൂ. മണിയനെ പോലെ ഒരാൾക്ക് മാത്രം എത്തിപ്പെടാൻ പറ്റുന്ന സ്ഥലങ്ങൾ ഇനി ഉണ്ടാവില്ല ഈ ചോദിക്കാവില്ല. അതാണ് അവിടെ ഈ ഫിക്ഷണൽ സ്റ്റോറി നടക്കുന്നത്. വളരെ പറയണ്ട. കള്ളനാണോ ഗോളിതാണോ ആദ്യം ഉണ്ടായത്? നല്ല മുട്ടയാണോ കോഴിയാണോ ആദ്യം ഉണ്ടായത്? ഓണത്തിന് അപ്പൊ വേൾഡ് വൈഡ് റിലീസ് ഓണം 2024 2 ട്രെയിലർ വന്നായിരുന്നു. പക്ഷെ ഇത് അതിനെയൊക്കെ വലിയ നൈറ്റാണ് കേട്ടാ. ഫിക്ഷൻ തൂക്കമാണ് തോന്നുന്നുണ്ട്. പിന്നെ അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു ട്രെയിലർ? നൈസ് വിഷ്വൽസ്, ഒരു രക്ഷയില്ല. മ്യൂസിക്കും പറയേണ്ടതാണ്. വിഷ്വൽസ് ഇതിന്റെ സിനിമാറ്റോഗ്രാഫർ ജോമോന്റി ജോൺ ആണ്. അതുകൊണ്ട് ഒന്നും പറയാനില്ല. പുള്ളീനെ എല്ലാവർക്കും അറിയാലോ, അവാർഡ് വിന്നർ. നല്ലൊരു ഷോട്ടുകളൊക്കെ വെച്ചിരിക്കുന്നത് ആ മിന്നാമിനുങ്ങൊക്കെ പോകുന്ന ഒരു രക്ഷയില്ല. എല്ലാം ഇതില് നമുക്ക് കോരി തരിപ്പിക്കാനുള്ള ചാൻസ് തരുന്നത് മണിയൻ എന്ന ക്യാരക്ടറായിരുന്നു. ജോഞ്ഞയുടെ ഇന്റർവ്യൂസിലും ജിതിൻലാല് പറയുന്നുണ്ട്, ഡയറക്ടർ. അപ്പൊ ഡയറക്ടറിനെ കുറിച്ച് തന്നെ നമുക്ക് ആദ്യം പറയാം. ഫസ്റ്റ് പടം, പക്ഷെ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തു. അസിസ്റ്റന്റ് ഡയറക്ടർ 2-3 സിനിമയ്ക്കാണ് വെച്ചാൽ നമ്മുടെ ബേസിൽ ജോസഫിന്റെ ഒരു ശിഷ്യനായിരുന്നു. അങ്ങനെ അവര് നമ്മുടെ ഷോർട്ട് ഫിലിം എടുത്തു തുടങ്ങിയ തൊട്ട് പുള്ളിയുടെ ഒരു ഇതിലുള്ള ആളാണ്. പിന്നെ ഗോതയിലുണ്ടായിരുന്നു, കുഞ്ഞുരാമായണം, എന്നതിന്റെ മൊയ്തീനിലുണ്ടായിരുന്നു. അതിന് ടോവിനോനൊക്കെ ആദ്യ പടം അതുകൊണ്ടല്ലേ, പക്ഷെ റിലീസായ കുഞ്ഞുരാമായണമാണ്. അപ്പം പുള്ളി നല്ല മൂളയുള്ള ആളാണ് തോന്നുന്നത്. നല്ല വിഷ്വൽസ് 3Dയിലാണ് എടുത്ത. 3Dയിലുള്ള കുറെ ഐറ്റംസ് ഉണ്ട് ഇതിനകത്ത്. പക്ഷെ ആദ്യം 3D അല്ല, പിന്നെ സിനിമ 3Dക്കുള്ള ഉണ്ട് എന്ന് കണ്ടതുകൊണ്ട് 3D ആക്കിയതാണ്. എഡിറ്ററും
ഡയറക്ടറും കൂടെ ചർച്ച ചെയ്തിട്ട് പിന്നെ അത് 3D ആക്കുകയായിരുന്നു. പിന്നെ അത്ര കിടിലൻ വിഷ്വൽ എഫക്ട് നല്ലൊരു എമൗണ്ട് മാജിക് ഫ്രെയിംസ് ഇറങ്ങിയിട്ടുണ്ട്. നല്ല പ്രൊഡക്ഷനും പോസ്റ്റ് പ്രൊഡക്ഷനൊക്കെ നല്ല പൊട്ടിച്ചിട്ടുണ്ട്. നല്ല ആദ്യത്തെ കുഞ്ഞിക്കേളുവിന്റെ ഭാഗമാണ് ആദ്യം കാണിക്കുന്നത്. അത് ഒരു രക്ഷയില്ല. ആ ദ്വീപ് കണക്കെ ഉള്ള ഒരു പാർട്ടും എല്ലാം കാസർഗോഡ് ബേസ് ചെയ്തിട്ടുള്ള കഥയാണ്. കാസർഗോഡിലെ ഒരു സ്ഥലമാണ് മറ്റേ ജ്യോതിക്കാവ് എന്ന് പറയുന്ന സ്ഥലം. അവിടെ നടക്കുന്ന 3 കാലഘട്ടത്തിൽ നടക്കുന്ന ഓരോരോ അതിൽ 2 ക്യാരക്ടർ യഥാർത്ഥത്തിലുള്ള ക്യാരക്ടറാണെന്ന്. കുഞ്ഞിക്കേളും മണിയനും യഥാർത്ഥത്തിലുള്ളതാണ്. അതിൽ കുറച്ച് ഫിക്ഷണൽ എലമെന്റ്സ് ആഡ് ചെയ്തിട്ട് ചെയ്തതാണ്. അജയനും കൂടെ ആഡ് ചെയ്ത് ഒരു കഥയാക്കിയല്ലേ. അതിന് പറയുന്നുണ്ട്. നമ്മൾ വിചാരിച്ചത് 3 കാലഘട്ടം ബന്ധമില്ലാത്തവരായിരിക്കും പറയുന്ന കേട്ടിട്ട് അജയന്റെ മുത്തച്ഛനാണ് ഇതെന്ന് പറയുന്നുണ്ട്. കുഞ്ഞികളുമായിരിക്കും ഏറ്റവും ലാസ്റ്റ്. ആ പുള്ളിയുടെ തലമുറകളായിരിക്കും അവരല്ല. എല്ലാരും ബന്ധപ്പെട്ടിരുന്ന കളരിയുമായിട്ടാണ് ബന്ധപ്പെടുന്നത്. ആയോധന കലയിൽ കളരീനെ എല്ലാം വേറെ ടോവിനോട് വീഡിയോ ടോവിന് ഒരുപാട് കഷ്ടപ്പെട്ട് എന്റെ ഷോട്ടൊക്കെ 120-150 ഡേയ്സ് ഒക്കെ പോയതാണ്. എല്ലാം നൈറ്റ് ആയിരുന്നു. കൂടുതലും 40 ഡേയ്സോളം നൈറ്റ് ആയിരുന്നു. ടോവിന് എല്ലാ സിനിമയും നല്ല ഹാർഡ് വർക്ക് ചെയ്താണ് ചെയ്യുന്നത്. ബോഡി എല്ലാം മെയിൻറ്റെയിൻ ചെയ്ത് നല്ലൊരു ഹാർഡ് വർക്കാണ്. അപ്പൊ ഈ സിനിമ നല്ലൊരു വിജയമാവട്ടെ ടോവിനോടെ. ഈ അടുത്ത് 2-3 താഴ്ചയ്ക്ക് വന്നെങ്കിലും ഇത് വിജയം ശേഷം ഒരു ടോവിനോട് കുറച്ച് വീഴ്ചയായിരുന്നു. ഇപ്പം ടോവിനോ അതിനുവേണ്ടി ടോവിനോക്ക് സിനിമയും കുറവായിരുന്നു. ഇതിനു വേണ്ടി കുറെ ഡേയ്സ് പോയി. അപ്പം 7 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം അജയന്റെ 2ാം മോഷണം തിയേറ്ററിലേക്ക് ഓണത്തിന് ഇറങ്ങുവാണ്. ഇത് ആദ്യം അജയൻ ഒരു മോഷണം ചെയ്യുന്നു, അതിന് തുടർച്ചയായി 2ാം മോഷണം ചെയ്യുന്നു. ആ 2 മോഷണം എന്താന്ന് നമുക്ക് കണ്ടറിയാം. അപ്പൊ നമുക്ക് എടുത്തു പറയാനുള്ളത് ഇനി എന്തായാലും കളരിയാണല്ലോ. അപ്പം ഫുള്ള് സ്റ്റണ്ട് നല്ല കിടിലം ഫൈറ്റും സീൻ ട്രെയിലർ തന്നെ ഉണ്ട്. കിടിലം എന്ന് പറയുന്ന ആളാണ് ഫൈറ്റ് ഒക്കെ ചെയ്യുന്നത്. നമ്മളെ ഈ അടുത്തിറങ്ങിയ നമ്മുടെ മോഹൻലാൽ ലാലേട്ടന്റെ മലൈക്കോട്ടെ വാലിബാലില് മോഹൻലാലിന്റെ നല്ല പടങ്ങളിൽ നല്ല ഫൈറ്റ് ഒക്കെ ഉണ്ടായിരുന്ന സിനിമ അതായിരുന്നു. അങ്ങനെ അതിന്റെ ഒരു ഫൈറ്റ് മാസ്റ്റർ ആണ് ഇതിന്റെ ഫൈറ്റ് മാസ്റ്റർ. പിന്നെ ഉള്ളത് ദിബു നിനാൻ എന്ന് പറയുന്ന പുള്ളിയാണ് മ്യൂസിക് ചെയ്തിരിക്കുന്നത്. പുള്ളി തമിഴിലാണ് കോൺസെൻട്രേറ്റ് ചെയ്തേക്കുന്നത്. അടിയെ പാട്ടൊക്കെ പുള്ളിയുടെയാണ്. പക്ഷെ പുള്ളി മലയാളിയാണ്, കോട്ടയംകാരനാണ്. പുള്ളി ചെന്നൈ ബേസ്ഡ് ആണെങ്കിലും പുള്ളി കോട്ടയംകാരനാണ്. അപ്പൊ നമുക്ക് എന്തായാലും അടിച്ചു പൊളിച്ചൊരു തീ സാധനം വരുന്ന ട്രെയിലർ നമുക്ക് എന്തായാലും ഇനി തിയേറ്ററിൽ കാണാം. നല്ലൊരു വിഷ്വൽ എഫക്ട് തരുന്ന ഒരു സിനിമയായിരിക്കും. തിയേറ്ററിൽ ആരും മിസ് ചെയ്താൽ പോയതാണ് കേട്ടോ. ഓണത്തിന് ടിക്കറ്റ് കൺഫേം ആയിട്ട് എടുത്തു. നമ്മൾ ഉറപ്പ് വരുന്നു ഇത് റേറ്റിംഗ് കൊടുക്കുമ്പോ ആദ്യം കാണാനുള്ളത് ഇതായിരിക്കും. ഇത് വിജയിച്ച് കഴിഞ്ഞിട്ട് നിങ്ങളൊന്ന് തിരിച്ചു വരണം, നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യണം. അതെ, നമ്മൾ പറഞ്ഞ സത്യമാണ്. ഇതുപോലെ നമ്മൾ പ്രവചിച്ച കുറച്ച് പടങ്ങളൊക്കെ ഉണ്ട്. ഇത്രയും പ്രവചിക്കുന്ന ഓണം വിന്നർ ആവുന്ന അജയന്റെ 2ാം മോഷണമായിരിക്കും. അപ്പൊ എല്ലാവർക്കും തിയേറ്ററിൽ കാണാം. ഓക്കെ, ബൈ.